ഹലോ, ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. ഓരോ പ്രാവശ്യവും പോയി ഒരു വികാരമായി മാറിയ ഒരു സ്ഥലമാണ് കേട്ടോ കൊല്ലംകോട്. അങ്ങനെ ഞങ്ങൾ കൊല്ലംകോട് പോകുന്ന സമയത്തൊക്കെ മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ഹോട്ടൽ. എന്നും വിചാരിക്കട്ടോ അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിലേക്ക് പോകണമെന്ന്. പക്ഷേ നമ്മൾ കൊല്ലംകോട് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ചില സ്പോട്ടുകൾ ഉണ്ടാവില്ല. ആ സ്പോട്ടുകളിലൊക്കെ അതായത് നമ്മുടെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം, അതേപോലെ തന്നെ നമ്മുടെ സീതാർകുണ്ട്, അവിടെയൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നേരം വൈകാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിലേക്കും വരാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്തായാലും അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിലേക്ക് മാത്രമായിട്ട് വരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ നേരെ കൊല്ലംകോടുള്ള നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിലേക്ക് വിട്ടു കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഉച്ച വരെയുള്ളൂ ഇത്രയും ഹോട്ടൽ. പിന്നെ അവിടെ കുറേ സെലിബ്രിറ്റീസ് വന്ന് ഭക്ഷണം കഴിച്ച ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഹൃദയ മൂവിയുടെ ഒരു പാർട്ടായിട്ട് മാറിയിട്ടുള്ള ഒരു ഹോട്ടലും കൂടിയാണല്ലോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അയ്യപ്പേട്ടനെ കാണണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോയ ഒരാളാണ് കേട്ടോ. ആൾ വരെ അവിടുന്ന് ഓടി വന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ അവർ ട്രീറ്റ് ചെയ്തത് അതായത് ഒരു ബന്ധു വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ അതേപോലെ ആയിരുന്നു കേട്ടോ. അത്രയും സ്നേഹത്തോടെ ഗുണ്ടുവിനൊക്കെ കാപ്പി കൊടുത്തത് വരെ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ മോളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സോറി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ഒരു വോയിസ് ഓവർ ഇല്ലാണ്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് 4 മാസം എടുത്തു. കാരണം മറ്റു ചില യാത്രകളും മറ്റു ചില തിരക്കുകളും ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വൈകി. എന്തായാലും വോയിസ് ഓവർ ഇല്ലാണ്ട് ഈ വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ വിജയദശമി തോന്നുന്നു പൂജകളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസാദമൊക്കെ ഗുണ്ടുവിനായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം എന്തായാലും ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.